എന്തിനും അച്ഛൻ്റെ കയ്യിലിരുന്നേ? മോളെ, ഈ ലോകത്ത് നീ പറഞ്ഞിരുന്നെന്ന് മാലാഖമാർക്കറിയണ്ടേ? പിന്നെ എനിക്ക് പോലും നിന്നെ തിരിച്ചറിയാൻ ഈ അക്ഷരങ്ങൾ വേണ്ടി വരും. അപ്പൊ ഉമ്മച്ചിന്റെ കൂടെ കാണൂലേ? Roger, the airfield is clear and touches is fine. We get some departments to check the location. Roger. Roger, note the message. It seems we don't need to send anyone inside because it's got totally demolished. Anyway, I'm sending on Dai to inside. Check it. Roger. ഞാൻ ഹന്ന. തീഗോളങ്ങളാൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞ രാവിലിരുന്ന് ഞാൻ എൻ്റെ വസിയത്തെഴുതുന്നു. ആകെ 80 ഷക്കിൾ ബാധ്യതയുണ്ടെനിക്ക്. 45 ഷക്കിൾ ഉമ്മാക്ക് കൊടുക്കാനുള്ളതാണ്. സീനത്തിനും ഹാഷിമിനും 5 ഷക്കിൾ വീതം. ഐഷു താത്താക്കും പാത്തു താത്താക്കും 5 ഷക്കിൾ കൊടുക്കാനുണ്ട്. പിന്നെ അബുമാമനും സാറാ കുഞ്ഞുമ്മയ്ക്കും 5 ഷക്കിൾ വീതം. ക്യാഷായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഇനി കളിപ്പാട്ടങ്ങളാണ്. കുഞ്ഞനിയത്തി സിയയ്ക്കും കൂട്ടുകാരികളായ ഹിബയ്ക്കും അമലിനും വീതിച്ചു കൊടുക്കണം. ഇനിയുള്ളത് എൻ്റെ ചെരുപ്പുകളാണ്. എൻ്റേത് മാത്രമാകുമെന്ന് കിനാവ് കണ്ട് എൻ്റെ മണ്ണിനെ ചുംബിച്ച് നടന്നു എൻ്റെ ചെരുപ്പുകൾ. അവയെല്ലാം കഴുകി വൃത്തിയാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. Captain, please come back. James, go ahead. So it seems that many children are trapped here. I have to look for them. No. It's not your duty. Please come back. It's not your duty. ഹന്നയ്ക്ക് മാപ്പ്. നിന്റെ വസിയത്ത് പോലും നടത്താൻ കഴിയാതെ പോയതിന്. നിന്റേതാകുമെന്ന് നീ സ്വപ്നം കണ്ട, നിന്റെ പാദങ്ങൾ ചുംബിച്ച് നടന്ന ഈ മണ്ണിനോട് മാപ്പ്. 5-6 മൈലുകൾ വീതിയുള്ള ഇവിടെ ആകെയുള്ളതിൽ 50% കുട്ടികളാണെന്നറിഞ്ഞിട്ടും വംശഹത്യയ്ക്ക് കൂട്ടുനിന്നതിന് മാപ്പ്. നിനക്ക് വേണ്ടി ആത്മാർത്ഥതയുടെ ഒരു കണിക പോലുമില്ലാത്ത ഈ ലോകത്തെ പ്രതിഷേധങ്ങളിൽ ഒന്നായി ഞാനുമുണ്ട്. ഹന്ന, ഇതുപോലൊരു വസിയത്ത് ഇനി ആരും എഴുതാതിരിക്കാൻ. നിനക്ക് വേണ്ടി, നിന്റെ വസിയത്തിന് വേണ്ടിയെങ്കിലും.